ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാന ഒരു തീരുമാനമായിരിക്കും വീടിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പകൽ സമയങ്ങളിലാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകാശം നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാവണം. അതിന് നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെയറിൻ്റെ ഏരിയയാണ് സാധാരണ സംഭവിക്കുക. ഒട്ടും വെളിച്ചമില്ലാതെ ഇരുണ്ട് കിടക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഈ ഇരുൾച്ച താഴേക്കും വ്യാപിക്കും, അതായത് വെളിച്ചമില്ലായ്മ താഴേക്ക് എഫക്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ ഏരിയയിൽ നല്ല രീതിയിലുള്ള വെൻറ്റിലേറ്ററും അതുപോലെ തന്നെ പെർഗോള സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെളിച്ചം നമ്മുടെ ഏരിയയിൽ വരും. സ്റ്റെയറിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ താഴേക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ടും അതുപോലെ തന്നെ മുകളിലേക്ക് അറ്റാച്ച്ഡ് ആയതുകൊണ്ടും ആ ഏരിയയിൽ മൊത്തം നല്ല വെളിച്ചം എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പെർഗോള കൊടുക്കാം. ഇനി അതല്ല നമ്മുടെ സൈഡുകളിൽ ഞാൻ കണ്ടാൽ ഇതുപോലെ കൊടുത്തിരിക്കാം. ഈ പെർഗോള സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് സൈഡിൽ കൊടുക്കാം. അതായത് ഈ സൈഡിൽ നമ്മളൊരു ജനലിന് പകരമായിട്ട് ഇതുപോലൊരു പെർഗോള സിസ്റ്റം കൊടുക്കുക. നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ വരും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഗ്ലാസ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ലൈറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഏരിയയിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സേഫ്റ്റി പ്രധാനമായിട്ട് രീതിയിൽ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഓരോ ലൈറ്റ് കൂടി കൊടുത്താൽ 1 വാട്ടിൻ്റെ ലൈറ്റുകളോ ചെറിയ ലൈറ്റുകളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പുറത്തുനിന്ന് കാണുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഗ്ലാസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നീറ്റായിരിക്കും, പ്രകാശം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇതേ സിസ്റ്റം തന്നെ ഇപ്പോൾ ഈ കാണുന്ന പെർഗോള സിസ്റ്റം തന്നെ സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പിലും ചെയ്യാം. ടോപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ ബീം കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തതിന് ശേഷം ടെമ്പേർഡ് ഗ്ലാസ് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെളിച്ചം നമ്മുടെ ഈ ഏരിയയിൽ വരും. അതുമാത്രമല്ല, പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പറഞ്ഞ അതേ പെർഗോള സിസ്റ്റം മുകളിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ ചെയ്തിട്ടില്ല, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ നല്ലതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പ്രകാശം നമ്മുടെ വീടിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ചോ അതിൻ്റെ ഉള്ളിലെ അളവ് 4 ഇഞ്ചോ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ഗ്രില്ല് കൊടുക്കുക, അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് ഫിക്സ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ സ്റ്റെയറിൻ്റെ ഏരിയയിൽ നിങ്ങൾ കണ്ടോ, അപ്പോൾ വരുന്ന ഏരിയയിൽ തന്നെ നല്ല രീതിയിൽ പ്രകാശം കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് 3 പാളിയുടെ അല്ലെങ്കിൽ 4 പാളിയുടെ ജനൽ കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിരിക്കും. വീടിൻ്റെ അകത്ത് പകൽ സമയങ്ങളിൽ എപ്പോഴും നല്ല വെളിച്ചം വീടിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ വീടിൻ്റെ അകത്ത് ഈ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുള്ളൂ. ഈ സ്റ്റെയറിൻ്റെ ഏരിയയാണ് കൂടുതലും നമ്മൾ ഈ കണ്ട രീതിയിൽ കാണുന്നത്. അതായത് സ്റ്റെയറിൻ്റെ ഏരിയകളിൽ ഒട്ടും തന്നെ വെളിച്ചില്ലാത്തൊരവസ്ഥയുണ്ടാവും. ഇവിടെ നമുക്ക് 3 പാളി ജനൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഗ്യാപ്പ് നോക്കി അപ്പോൾ അതിന് പകരമായിട്ട് ആ 3 പാളിയുടെ ജനൽ നമ്മളവിടെ കൊടുത്തു. അത് ഏകദേശം നോർമൽ ലെവലുള്ള ജനൽ മതിയാവും. ആ 150 സെൻറ്റിമീറ്ററിൻ്റെയോ അല്ലെങ്കിൽ നോർമൽ ലെവലിൽ വരുന്ന ജനലിൻ്റെ ഫ്രെയിമുകൾ കൊടുത്താലും മതി. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടോ, ഈ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെളിച്ചം, അതുപോലെ തന്നെ താഴെയും നല്ല വെളിച്ചം ഫീൽ ചെയ്യും. വെളിച്ചം വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. അതിലുള്ള ആളുകൾക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് എപ്പോഴും ഒരു പ്രകാശം കിട്ടാനായിട്ട് എന്തൊക്കെ ഐഡിയാസാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ട്, കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യം, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് തന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.